ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ട്രൈ ചെയ്ത് നോക്കുന്നത് ചീമച്ചക്ക കറി അല്ലെങ്കിൽ കടച്ചക്ക കറി. ഇത് ഞാൻ ആദ്യമായിട്ടാണ് കറി വെക്കുന്നത്. കടയിലിരിക്കുന്ന കണ്ടപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ എന്ന് തോന്നി അങ്ങനെ വാങ്ങിയതാണ്. എൻ്റെ റെസിപ്പി കാണുമ്പോൾ പലർക്കും തോന്നും ഇങ്ങനല്ല ഈ കറി വെക്കുന്നതെന്ന്. ഇങ്ങനല്ല ഈ കറി വെക്കുന്നത്, ഇത് എൻ്റെ സ്റ്റൈലിൽ ഞാൻ എളുപ്പത്തിൽ ഉണ്ടാക്കി നോക്കിയ കറിയാണ്. അപ്പോൾ ചിലർക്കെങ്കിലും ഇത് ഈസി ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ആദ്യം തന്നെ കടച്ചക്ക നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ചരുവത്തിൽ വെള്ളം വെച്ച് അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ചക്കയുടെ കളർ ചേഞ്ച് ആവില്ലെന്നാണ് യൂട്യൂബ് പറഞ്ഞത്. ആദ്യമേ കടച്ചക്ക 4 കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അതിൻ്റെ തോല് ചെത്തിയെടുക്കണം. ഞാനിത് ആദ്യമായിട്ടാണ് കട്ട് ചെയ്തെടുത്തത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് കറയുണ്ടാകുമെന്നും ഇതൊക്കെ കയ്യിൽ ഒട്ടിപ്പിടിക്കുമെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. ഇത് അറിയാത്തവർ കട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് വെളിച്ചെണ്ണ കയ്യിൽ പുരട്ടിയതിന് ശേഷം മാത്രം കട്ട് ചെയ്യുക. ഇല്ലെങ്കിൽ കയ്യിലും നൈഫിലും ഒക്കെ ഇത് ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇത് തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് അത്ര എളുപ്പമുള്ള പണിയല്ലായിരുന്നെന്ന്. വിചാരിച്ച പോലെ അത്ര എളുപ്പമല്ലായിരുന്നു ഇതിൻ്റെ കട്ടിങ്ങും ക്ലീനിങ്ങും ഒക്കെ. ഇത് ആദ്യമായിട്ടായതുകൊണ്ടായിരിക്കും ഇത്ര ബുദ്ധിമുട്ട്. പിന്നെ ഇത് ശീലമായിക്കോളും. അപ്പം നിങ്ങൾക്ക് തോന്നും ഈ ചടപടയെ കട്ട് ചെയ്തിരുന്ന എന്താന്ന്. ഇത് ഞാൻ വീഡിയോയുടെ സ്പീഡ് കൂട്ടിയതാണ്. ഒരു കാര്യം കൂടി മനസ്സിലായതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ ചക്കയുടെ അത്രയും കറയൊന്നുമില്ല. സോപ്പിട്ട് കഴുകി കഴിഞ്ഞാൽ പോകാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇതിനെല്ലാം ക്ലീനാക്കി കട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ദാണ്ടെ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ഓരോന്നും കട്ട് ചെയ്ത് വെള്ളത്തിലിടുവാണേ. ഇതൊക്കെ നമുക്ക് എപ്പോഴും കിട്ടാത്തൊരു ഐറ്റം ആയതുകൊണ്ടാണ് ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാഞ്ഞത്. നാട്ടിൽ പോകുമ്പം ഇങ്ങനെയുള്ള കട്ടിയുള്ള പണികളെല്ലാം നമുക്ക് ആരെങ്കിലുമൊക്കെ ചെയ്തു തരുമല്ലോ, നമ്മുടെ അമ്മയോ അമ്മായിമ്മയോ ഒക്കെ. നാട്ടിൽ പോകുമ്പം ഇതുപോലുള്ള കട്ടിയുള്ള പണിയൊക്കെ ചെയ്തു തരുന്നത് എൻ്റെ അച്ചച്ചനാണ്. അച്ചച്ചൻ എന്ന് വെച്ചാൽ ഫാദർ ഇൻ ലോ. അപ്പം ഇതൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുക്കറിലിട്ട് ഇത് വേവിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു. നല്ല ഫ്രഷ് ചീമച്ചക്ക ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടുമായിരുന്നു. കറിക്കകത്ത് തന്നെ ഇട്ട് വേവിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്കറിയില്ലാത്തതുകൊണ്ട് ഞാനിത് കുക്കറിനകത്ത് ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് നന്നായിട്ട് ഒരു വിസിലങ്ങ് അടുപ്പിച്ചു. പക്ഷെ വെന്ത് വന്നപ്പോൾ നന്നായി വെന്തങ്ങ് കുഴഞ്ഞു. അപ്പോൾ ഈ അബദ്ധം ആർക്കും പറ്റല്ലേ. ചീമച്ചക്കയുടെ റെസിപ്പി നോക്കിയപ്പം ചീമച്ചക്ക കുക്കറിലിട്ട് ഒരു വിസിൽ അടുപ്പിക്കാമെന്ന് ഒരു വീഡിയോയിൽ കണ്ട് ഞാനത് ഫോളോ ചെയ്താണ് ചെയ്തത്. അതിൻ്റെ ആവശ്യമില്ലെന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. ഒരു പാൻ അടുപ്പിൽ വെച്ച് ഇതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി നോക്കിയപ്പോഴല്ലേ ഉള്ളിയില്ല. പിന്നെ ഒരു അര സവാള സ്ലൈസ് ചെയ്ത് എണ്ണയൊഴിച്ച് അതിലേക്ക് ഇട്ട് അതിലേക്ക് ഞാൻ 4 വറ്റൽമുളക് ഇട്ട് കൊടുത്ത് പിന്നെ ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകവും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇങ്ങനല്ല ഈ റെസിപ്പി എന്ന്. ഇതിലേക്ക് വേണ്ടുന്ന മെയിൻ ഇൻഗ്രീഡിയൻറ്റ് തേങ്ങ വറുത്തതാണ്. തേങ്ങ വറക്കാൻ വേണ്ടിയിട്ട് ഞാൻ എയർ ഫ്രയറിലാണ് വെച്ചത്. ഒരു 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് വെച്ചതിപ്പം നല്ല ക്രിസ്പി ആയിട്ട് വറുത്ത് വന്നിട്ടുണ്ട്. എയർ ഫ്രയർ ഉണ്ടെങ്കിൽ തേങ്ങ നമുക്ക് പെട്ടെന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. കരിഞ്ഞും പോകത്തില്ല, നല്ല കറക്റ്റ് പാകത്തിന് നമുക്ക് കിട്ടും. ഇതൊക്കെ ഒരു പരീക്ഷണമാണ്. റോസ്റ്റ് ചെയ്ത തേങ്ങ ഇട്ട് കൊടുക്കാം. എന്നിട്ട് എണ്ണയിലിട്ടൊന്ന് മൂപ്പിക്കാം. കാരണം ഞാൻ ഒരു തുള്ളി എണ്ണ ഒഴിക്കാതാണ് ഇത്രയും റോസ്റ്റ് ചെയ്തെടുത്തത്. അതിലേക്ക് ആവശ്യമുള്ള പൊടികളും ചേർത്ത് കൊടുക്കാം. ബീഫ് കറി ഉണ്ടാക്കുന്ന മനസ്സോടുകൂടിയാണ് ഞാൻ ഈ കറി ഉണ്ടാക്കാൻ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, ഇതുകൂടാതെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം നല്ല മൂത്ത മണം വരുമ്പോഴത്തേക്കും അതിലേക്ക് 2 ടീസ്പൂൺ മീറ്റ് മസാലയും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്യുന്നതിന് മുന്നേ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഞാനൊരു പ്രോ കുക്കായിട്ടല്ല ഈ വീഡിയോസ് ഇടുന്നത്. ഞാനുണ്ടാക്കി സക്സസ് ആകുന്ന കറികളൊക്കെ ഞാൻ വീഡിയോസാക്കി ഇടുന്നതാണ്. പിന്നെ എനിക്കിഷ്ടമാണ് ഈ വീഡിയോസ് എടുക്കാനും എഡിറ്റ് ചെയ്യാനും. അപ്ലോഡ് ചെയ്യുമ്പോൾ ആൾക്കാർ ലൈക്ക് ചെയ്യുന്നതും സബ്സ്ക്രൈബ് ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോസൊക്കെ എടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ നിങ്ങൾക്കും വേണമെങ്കിൽ ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങാം. ഈ ഇടുന്ന വീഡിയോസിന് വ്യൂസ് ഉണ്ടാകുമ്പോഴും ലൈക്ക് കിട്ടുമ്പോഴുമൊക്കെ ഒരു ലൈക്ക് ആയാലും അതിനൊരു പ്രത്യേക സന്തോഷമാണ്. നമ്മൾ എഫേർട്ട് എടുത്ത് ചെയ്യുന്ന ഒരു കാര്യത്തിന് അപ്രിസിയേഷൻ കിട്ടുമ്പം അതൊരു അഭിമാനമുള്ള കാര്യം തന്നെയല്ലേ. നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച കൂട്ട് തണുത്തിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ആദ്യമേ വെള്ളം ചേർക്കാതെ അരച്ചു കൊടുക്കണം. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം. നല്ല പേസ്റ്റായിട്ട് കൂട്ട് അരച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് വെന്ത് കിട്ടിയ ചീമച്ചക്ക ഇട്ട് കൊടുക്കാം.
അതിൻ്റെ ചീമച്ചക്ക നല്ല പോലെ വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. ഇത്രയൊന്നും വേവേണ്ട ആവശ്യമില്ല. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് കുക്കറിലിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതിലേക്ക് ചീമച്ചക്കയും ഉപ്പും ഇട്ട് വേവിച്ചെടുത്താൽ മതി. അതിലേക്ക് നമ്മൾ അരച്ചു വച്ചേക്കുന്ന അരപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ചീമച്ചക്ക വെന്ത് പോയെങ്കിലും അടിപൊളി ടേസ്റ്റായിരുന്നു. അതുകൊണ്ടാണ് ഞാനിത് റെസിപ്പിയാക്കി ഇടാമെന്ന് വിചാരിച്ചത്. എല്ലാം നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെന്ന് വാശി പിടിക്കാൻ പറ്റില്ലല്ലോ. ഇതുപോലൊക്കെയല്ലേ നമ്മളും പഠിക്കുന്നത്. കറിക്ക് ആവശ്യമായ ചേരുവകൾ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ചീമച്ചക്ക വെന്തുപോയതുകൊണ്ട് ഇതൊരു പെർഫെക്റ്റ് ചീമച്ചക്ക കറിയാന്ന് പറയാൻ പറ്റില്ല. അടുത്ത പ്രാവശ്യം ഒരു പെർഫെക്റ്റ് ചീമച്ചക്കറി വിത്ത് മെഷർമെൻറ്റ് ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുക. ഇതൊരു കറിയിലേക്ക് താളിച്ചൊഴിക്കാൻ സമയമായി. അപ്പോൾ ചട്ടി അടുപ്പിൽ വെച്ചിട്ട് എണ്ണ ചൂടായിട്ട് വരുമ്പോൾ കടുകിട്ട് കൊടുത്ത് അതിലേക്ക് ഉള്ളി മൂപ്പിച്ചെടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തേക്കാം. അപ്പോൾ ദാണ്ടെ ഉള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മൂപ്പിച്ച് കറിയിലേക്ക് ഒഴിച്ചെടുക്കാം. നല്ല മൂത്ത മണം വന്നു തുടങ്ങി. ഇനി കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ദാണ്ട ചീമച്ചക്ക കറി റെഡി ആയിട്ടുണ്ട്. ഉടനെ തന്നെ അടുത്ത പെർഫെക്റ്റ് ചീമച്ചക്ക കറിയായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ടാറ്റ ബൈ ബൈ, സീ യു. ചക്ക വെന്ത് പോയെങ്കിലും ടേസ്റ്റിനൊന്നും ഒരു കുറവില്ലായിരുന്നു. അടിപൊളി ടേസ്റ്റായിരുന്നു. ഇത് നമുക്ക് ഹെൽത്തി ആയിട്ട് എയർ ഫ്രയറിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അടുത്ത പ്രാവശ്യം ഞാൻ എന്തായാലും എയർ ഫ്രയറിൻ്റെ ടൈമിങ്ങും മെഷർമെൻറ്റും ഒക്കെ ആയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ അതുവരേക്കും ബൈ.